നമസ്കാരം. വിവാഹ തടസ്സം മാറാനും വിവാഹത്തിലും ദാമ്പത്യ സുഖത്തിനും ചെയ്യാവുന്ന ലളിതമായ പരിഹാരങ്ങൾ. ഒരുപാട് പൂജയും പരിഹാരങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടും വിവാഹം നടക്കുന്നില്ല. കുടുംബത്തിലെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ദാമ്പത്യത്തിൽ എന്നും വഴക്കും പ്രശ്നങ്ങളുമാണ്. ദാമ്പത്യ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ധർമ്മദൈവ ദൈവങ്ങളെ അതുപോലെ തന്നെ പിതൃക്കളെയൊക്കെ പ്രീതിപ്പെടുത്തുക. അതാണ് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മുടെ കുലദേവത ആരാണെന്ന് അറിഞ്ഞ് കുലദേവതയെ പ്രീതിപ്പെടുത്തുക, ധർമ്മദേവതകളെ പ്രീതിപ്പെടുത്തുക, പിതൃക്കളെ പ്രീതിപ്പെടുത്തുക. ചൊവ്വാദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് ചൊവ്വാദോഷം ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചൊവ്വാദോഷത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് വിവാഹം നടക്കാത്തതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിക്കാം. അതുപോലെ തന്നെ ഓജരാശിയാണോ യുഗ്മരാശിയാണോ എന്ന് നോക്കണം. ഓജരാശിയാണെങ്കിൽ നമുക്ക് മുരുകനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ യുഗ്മരാശിയാണെങ്കിൽ ഭദ്രകാളിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിലെവിടെയാണ് നമ്മുടെ ഓജരാശിയിലാണോ യുഗ്മരാശിയിലാണോ ചൊവ്വ നിൽക്കുന്നത് നോക്കിയാൽ മതി. അത് നമ്മുടെ ജാതകം പരിശോധിച്ചാൽ അറിയാം. ഇനി അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിലെ പട്ടും താലിയും സമർപ്പിക്കാം. ശിവപാർവതി ക്ഷേത്രം, ഇപ്പൊ തിരുവരാണിക്കുളം പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാവരും വന്ന് തൊഴാറുണ്ട്. അപ്പോൾ വിവാഹം നടക്കാനായിട്ട് അവിടെ നമുക്ക് പട്ടും താലിയൊക്കെ സമർപ്പിക്കാം. ദേവീ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. ഉമാമഹേശ്വര പൂജ, ക്ഷിപ്ര ഗണപതി ഹോമം ചെയ്യാം. നല്ലൊരു കർമ്മിയെ കൊണ്ട് ക്ഷിപ്ര ഗണപതി ഹോമം ചെയ്യിച്ചിട്ട് അതിനോട് കൂടി ചേർന്ന് സ്വയംവര ഹോമം അതുപോലെയുള്ള ഹോമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹം തടസ്സം മാറി കിട്ടുന്നതാണ്. തിങ്കളാഴ്ച വ്രതം, സോമവാര വ്രതം നോൽക്കാം. സ്വയംവര യന്ത്രം ജപിച്ച് ഭസ്മം, ചരട് ഇവയൊക്കെ ധരിക്കുന്നത് നമ്മുടെ വിവാഹ തടസ്സം മാറാനും ദാമ്പത്യ ദുരിതം മാറാനും ഏറ്റവും നല്ലതാണ്. ഒരു 7 തിങ്കളാഴ്ചയെങ്കിലും സോമവാര വ്രതം എടുക്കുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിനും വളരെ ഉത്തമമായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വയംവരം കൃഷ്ണനാട്ടം നടത്തുക. 7-ൽ രാഹു, 5-ൽ രാഹു, 9-ൽ ശനി, ഇവയൊക്കെ നമുക്ക് വിവാഹത്തിന് തടസ്സമാവാം. ദശാസന്ധി ദോഷത്തിൽ ശിവപ്രീതി വരുത്തുക. ദശാസന്ധി ദോഷമുണ്ട് നമ്മുടെ വിവാഹത്തിലെങ്കിൽ, ദാമ്പത്യത്തില് ഭാര്യാഭർത്തൃ പൊരുത്തത്തില് ദശാസന്ധി ദോഷം ഉണ്ടെങ്കിൽ ശിവപ്രീതി വരുത്തുന്നത് ഉത്തമമായിരിക്കും. മഹാമൃത്യുഞ്ജയ ഹോമം, മഹാമൃത്യുഞ്ജയം, അതുപോലെ തന്നെ പ്രദോഷവ്രതം, ജപം, ധാര ഇവയൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും.